ഹായ് ഹലോ. അപ്പം നമുക്കിന്ന് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. വീട്ടിലായതുകൊണ്ട് തന്നെ അമ്മയുടെ നൈറ്റ് ഇട്ടുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. സിമ്പിൾ സാരി ലുക്കാണ്. അപ്പോൾ അതിന് വേണ്ടി എടുത്ത ബ്ലൗസ് ഇതാട്ടോ. ഇത് മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ചതാട്ടോ. ഇത് ഞാൻ എറണാകുളം കല്യാൺ സിൽക്സിൽ നിന്ന് എടുത്താണ്. ഓഫർ റേറ്റിന് കിട്ടിയതാണ്. ഏകദേശം 110 എന്തോ ആണെന്ന് മീറ്ററിനായുള്ളൂ. അപ്പോൾ ഒരു പാൻറ്റും ടോപ്പുമായിട്ട് തയ്പ്പിച്ചതാണ്. അപ്പോൾ അതിന് ബ്ലൗസായിട്ട് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സാരി. കണ്ട ബ്ലൗസിലും സാരിയിലും സെയിം ഡിസൈൻ അല്ലേ, എങ്ങനെയോ വന്നതാട്ടോ. അപ്പോൾ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഭയങ്കര മെറ്റീരിയൽ പറഞ്ഞുതരാൻ എനിക്കറിയാൻ പാടില്ല. കാരണം ഒരു തളുത്തുളുത്തു അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ടീച്ചേഴ്സിനൊക്കെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കേട്ടോ. ഇത് മെയിൻലി ഇത് ഉടുക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ഉടുക്കുകയും ചെയ്യാം. പിന്നെ അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. ചുരിദാറൊക്കെ ഇട്ട് കുത്തിക്കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ ചെയ്യാം. ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 400 സംതിങ് ആണ്. അതായത് ബിലോ 500 റുപ്പീസാണ്. അപ്പോൾ അഫോർഡബിൾ അല്ലേ. ഭയങ്കര വെറൈറ്റി കളേഴ്സും നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേസ്റ്റൽ കളേഴ്സും ഡാർക്ക് കളേഴ്സും ഭയങ്കര വെറൈറ്റി കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ എടുത്തത് പാലാരിവട്ടം സിറ്റി സിൽക്സിൽ നിന്നാണ് കേട്ടോ. ഇനി നമുക്ക് വള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ വൈറ്റ് കളർ വളാസാണ് കേട്ടോ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നടുക്കിട്ടിരിക്കുന്നത് ഞാൻ കല്യാണത്തിന് യൂസ് ചെയ്തിരുന്ന വളയാണ്. പക്ഷേ ആക്ച്വലി നമ്മൾ ഈ കൈൻഡ് ഓഫ് സാരി കൊടുക്കുമ്പോഴത്തേക്കും മിനിമൽ ആയിട്ടുള്ള ഓർണമെൻറ്റ്സ് ഒക്കെയാണ് നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്മലും മലയൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. വള വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഒരു സിമ്പിൾ ബ്രേസ്ലെറ്റ് ഓർ വാച്ച് ഇതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞ പോലെ തന്നെ സ്കിൻ കെയർ മേക്കപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യില്ല. സ്കിന്നിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് അത് മേക്കപ്പ് പോലെ ആക്കി ബൂസ്റ്റ് ചെയ്ത് സ്കിന്നൊന്ന് എൻഹാൻസ് ചെയ്ത് നമുക്ക് പോവാം. ആദ്യം തന്നെ മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയി കഴുകിയതിന് ശേഷം, അതായത് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും നല്ലൊരു ടോണർ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് റോസ് വാട്ടറാണ്. അതാവുമ്പോഴത്തേക്കും കെമിക്കൽസ് ഒന്നുമില്ല, ബെറ്റർ ഓപ്ഷൻ ആണ്. പിന്നെ ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക, സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് പരിപാടി ഇവിടെ വെച്ച് നിർത്താം. അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തേക്കുന്നത് ഓലൈൻ്റെ നാച്ചുറൽ ഓറ എന്ന് പറഞ്ഞ ഇൻസ്റ്റന്റ് ഗ്ലോയിങ് റേഡിയൻസ് ക്രീമാണ് വിത്ത് UV പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആയിട്ടും ഫ്രഷ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊരു ഫ്രഷ് ലുക്കും കിട്ടും. ഫൗണ്ടേഷൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഡെയിലി ബേസിൽ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്താൽ എപ്പോഴും ആയിക്കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിനത് സ്കിൻ ഡാമേജ് ഒക്കെ വരുത്തും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഒഴിവാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ പറ്റിയൊരു ക്രീം എന്ന് പറഞ്ഞാൽ ലാക്മിയുടെ അബ്സല്യൂട്ട് പെർഫെക്റ്റ് റേഡിയൻസ് ബ്രൈറ്റ് ഡേ ക്രീം എന്ന് പറഞ്ഞ് വിത്ത് സൺസ്ക്രീനുള്ള ഒരു ക്രീം ഉണ്ട്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇതൊന്നും പ്രൊമോഷൻ അല്ല. ഞാൻ യൂസ് ചെയ്യുന്നതും ചെയ്തുകൊണ്ടിരുന്നതുമായിട്ടുള്ള കുറച്ച് ക്രീംസിനെ പറ്റി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് നല്ലതാണെന്ന് കേൾക്കുമ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് തോന്നിയത് മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഐലൈൻ ചെയ്ത് കൊടുക്കാം. ഐലൈൻ ചെയ്ത് കഴിഞ്ഞു. കണ്ണിലപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ മസ്കാര ഐ ഷാഡോ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. മസ്കാര വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എനിക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ഓഫീസിൽ പോകുന്ന സമയത്താണെങ്കിലും ഈ മസ്കാരയ്ക്ക് ഇട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര തലവേദനയും പിന്നെ കണ്ണിനൊരു വെയിറ്റ് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാക്സിമം ഞാൻ ഒഴിവാക്കാറുണ്ട്. അങ്ങനെ തോന്നുന്നവർ ഒഴിവാക്കിക്കോ കേട്ടോ. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മുടെ പെട്രോളിയം വാസലിൻ ഇല്ലേ, അത് കൺപീലിയിൽ ഇങ്ങനെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഓയിലി ഫീലും തോന്നും. അപ്പോൾ അതുകൊണ്ട് ചെയ്ത് നോക്കിയിട്ട് കംഫർട്ട് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ലിപ്പ് ലൈനേഴ്സ് മാത്രം കൊണ്ടുള്ള കുറച്ച് കലാപരിപാടികളാണ്. അതിന് തന്നെ ഒരു റോസ് പിങ്ക് ഷെയ്ഡ് ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് അതിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡാട്ടോ. ഈ ഷെയ്ഡ് എനിക്ക് പറഞ്ഞു തരാനറിയില്ല. കിഡിലും ഷെയ്ഡാണ്. ഞാനിത് വാങ്ങിയത് ഹൈദരാബാദ് വെച്ചിട്ടാണ്. ഓഫീസിൽ അത് മാത്രം ഇട്ടുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു നാച്ചുറൽ ലുക്കും കിട്ടും. അപ്പോൾ അത് ഞാൻ തീരാതെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെയെങ്കിലും ആ ഷെയ്ഡ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ബ്ലഷ് യൂസ് ചെയ്തിട്ടുണ്ട്. ബ്ലഷ് നമ്മുടെ സ്റ്റുഡിയോയുടെ ക്രീമി ബ്ലഷ് ന്യൂഡ് N02 എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. അതും അടിപൊളിയാട്ടോ. അഫോർഡബിൾ ആട്ടോ. 100 റുപ്പീസിന് ബിലോ വരുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു 79 സംതിങ് ആണെന്ന് തോന്നുന്നു. അത്ര ഉണ്ടോയെന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് സാരിയും വൃത്തിയായിട്ട് ഉടുക്കാൻ ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാരി ഉടുക്കാം കേട്ടോ. ഈസിയാണ്. ഞാൻ പറഞ്ഞില്ലേ, സാരി ഉടുത്ത് ശീലമുള്ളവർക്ക് ഈസിയാണ്. എനിക്ക് അത്ര ഈസി അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു കൈൻഡ് ഓഫ് സാരി ആയതുകൊണ്ട് നമുക്ക് വലിയ വളർന്നുണ്ടായിരുന്നില്ല. അത്ര പ്രോ ലുക്കൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഫൈനൽ ലുക്ക് എന്തായാലും ഒന്ന് കണ്ടു വെക്കണേ. അപ്പോൾ ഇനി മുടി നമുക്ക് ഈസി ആയിട്ട് അഴിച്ചിടാം. എന്തെങ്കിലും സിറോക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല ഷൈനായിട്ട് കിടക്കും. അവിടെ അടങ്ങി കിടക്കുന്ന മുടിയാണെങ്കിൽ ഇങ്ങനെ പോവാം. പക്ഷേ എൻ്റെ മുടി ഇങ്ങനെ അടങ്ങി കിടക്കാറില്ല. ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചിടാം. പക്ഷേ ഓഫീസിലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഒന്ന് കെട്ടി വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്കും മുടിക്കും ഭ്രാന്താവും. പിന്നെ ഒരു കുഞ്ഞ് ബ്ലാക്ക് പൊട്ടും തൊട്ടിട്ടുണ്ട്. നമ്മുടെ ഐലൈൻ വെച്ചിട്ട് തന്നെ ചെയ്തതാണ്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? ഇഷ്ടമായോ? പ്രൊഫഷണൽ ലുക്കൊന്നും ഇല്ലയെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത്രയൊക്കെ എനിക്കറിയുള്ളൂ. ഇത് ഞാൻ സ്വന്തമായിട്ട് കൊടുത്ത സാരിയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. അപ്പോൾ ബൈ.